അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ, സെയിം തന്നെ ഫോക്കസ്, ആക്സിസ് ഓഫ് പരബോള ആൻഡ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 9y മൈനസ് 9y, എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 9y. ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത്? നമ്മുടെ ആക്സിസ് വേണം, അതുപോലെ തന്നെ ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം. ഇതിൽ നമുക്കറിയാം ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കുക, എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay എന്നാണ് അല്ലെ ഫോം. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഈ 4aയുടെ കൂടെ തന്നിട്ടുള്ളത് ഏതാണോ അതായിരിക്കും നമ്മുടെ ആക്സിസ്. സോ നമുക്ക് എന്ത് പറയാം? ആക്സിസ് ഓഫ് പരബോള എന്ന് പറയുന്നത് നമുക്ക് y എന്ന് പറയാം അല്ലെ. ആക്സിസ് ഓഫ് പരബോള എന്ന് പറയുന്നത് y ആയിരിക്കും, y ആക്സിസിലാണ് വരുന്നത്. ഇനി അടുത്തത് എന്താ വേണ്ടത്? ഫോക്കസ് ആണ് വേണ്ടത് അല്ലെ. ഫോക്കസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് ഫിഗർ വരച്ച് നോക്കാം. നമ്മുടെ ഫിഗർ എങ്ങനെ ആയിരിക്കും വരുന്നത്? എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay അല്ലെ, മൈനസ് y ആണ്. സോ നമ്മുടെ ആക്സിസ് എവിടെ വരും പരബോളയ്ക്ക്? y ആക്സിസിലാന്ന് പറഞ്ഞു. y ആക്സിസില് നേരെ തിരിഞ്ഞല്ലേ, താഴേക്ക് തിരിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പരബോള വരുന്നത്. സോ പരബോള y ആക്സിസിൽ താഴേക്കായിരിക്കും അല്ലെ. ഇതിൽ നമ്മുടെ ഫോക്കസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കറിയാം ഫോക്കസിന്റെ ഇക്വേഷൻ എന്താണ്? ഫോക്കസ് എന്ന് പറഞ്ഞാല് നമുക്ക് y ആക്സിസിലാണെങ്കിൽ എങ്ങനെയാ വരേണ്ടത്? 0, ± a ആണ് അല്ലെ. 0, ± a ആണ് നമുക്ക് y ആക്സിസിൽ വരുമ്പോൾ വരേണ്ടത്. അതില് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് താഴേക്കാണ് അല്ലെ. സോ y എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും വരേണ്ടത്? 0, - a എന്നായിരിക്കും വരേണ്ടത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? a വാല്യൂ കിട്ടണം അല്ലെ. a വാല്യൂ എന്തായിരിക്കും കിട്ടുന്നതെന്ന് നോക്കാം. എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay ആണെങ്കിൽ ഇവിടെ മൈനസ് 4ay എന്താണ് നമ്മുടെ ഇക്വേഷനിൽ? മൈനസ് 9y ആണ്. സോ വൈയും വൈയും ക്യാൻസൽ ആയി, മൈനസിൽ അല്ലെ. പിന്നെന്താ ഉള്ളത്? 4a ഈക്വൽ ടു 9. സോ a എന്ത് വരും? 9/4 കിട്ടും. അവിടെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം വാല്യൂസ് ഒന്നും എടുത്ത് ക്യാൻസൽ ചെയ്യാനില്ല. സോ 9/4 തന്നെ ആയിരിക്കും എന്ത്? നമ്മുടെ a എന്ന് പറയുന്ന വാല്യൂ അല്ലെ. ഇവിടെ നമുക്ക് a എന്ന് പറയുന്നത് എന്തായിരിക്കും? 9/4 ആയിരിക്കും. സോ 0, - a എന്നായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് ഫോക്കസ്. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടതാണ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് അല്ലെ. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഏതാണോ ആക്സിസ് അല്ലെ, ആ ആക്സിസ് ഏതാണോ അത് ഈക്വൽസ് ആയിരിക്കും അല്ലെ. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എടുക്കുമ്പം നമുക്ക് ആക്സിസ് ഏതാണോ അത് എടുക്കുക. ഇവിടെ ഏതാണ്? y ആക്സിസ് ആണ്. ഇത് നോക്കിയേ, y ആക്സിസിൽ നമ്മുടെ ഡയറക്ട്രിക്സ് എവിടെ വരിക? ഇത് നമ്മുടെ വെർട്ടെക്സ് അല്ലെ. വെർട്ടെക്സ് 0, 0 ആണ്. നമ്മുടെ ഡയറക്ട്രിക്സ് എവിടെ വരും? ഏതാണോ പരബോള ഇരിക്കുന്ന പോർഷൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഡയറക്ട്രിക്സ് എവിടെയാണ്? ഇവിടെയാണ് വരുന്നത്. സോ നോക്കിയേ, നമുക്ക് കിട്ടിയ a വാല്യൂ എവിടെയായിരുന്നു? നമുക്കിവിടെ പോയിന്റ് ഇങ്ങോട്ടേക്ക് അല്ലെ, മൈനസ് വാല്യൂ താഴേക്കാണ് കിട്ടിയത്. സോ നമ്മുടെ ഡയറക്ട്രിക്സ് എന്താകും? ഈ 0, 0ൽ നിന്ന് പ്ലസ് വാല്യൂ മുകളിലേക്കാണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും വരുന്നത്? y ഈക്വൽ ടു a എന്ന് വരും. സോ y എന്താണ്? 9/4 ആണ് അല്ലെ. y ഈക്വൽ ടു 9/4 എന്ന് നമ്മുടെ ആൻസർ കിട്ടും. ഇനി എന്താ വേണ്ടത്? ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം അല്ലെ. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടത്തിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. 4 ടൈപ്പ് ഓഫ് പരബോളയ്ക്ക് എന്താണ് ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം എന്ന് പറയുന്നത്? സെയിം തന്നെയാണ് അല്ലെ. എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം എന്ന് പറയുന്നത് എല്ലാത്തിനും സെയിം ആണ്. നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? നമുക്ക് ആൻസർ കിട്ടുന്നത് 4a എന്നായിരിക്കും. 4a ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ a തന്നിട്ടുണ്ട്. സോ 4 × 9/4 എന്ന് വരും. സോ 4ഉം 4ഉം ക്യാൻസൽ ആയാൽ ആൻസർ എന്ത് വരും? 9 തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അതാണ് എന്ത്? നമ്മുടെ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം 4th വൺ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പ്രോബ്ലംസിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്താലോ? കുറച്ച് ചെറിയ ഡിഫറൻസ് മാത്രമാണുള്ളത്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി പരബോള ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. നേരത്തെ തന്നപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ഇക്വേഷൻ തന്നിട്ട് എന്ത് പറഞ്ഞു? ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഇക്വേഷൻ ഓഫ് പരബോള നമ്മൾ കണ്ടുപിടിക്കണം. അതിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഫോക്കസ് തന്നിട്ടുണ്ട് അല്ലെ. ഫോക്കസ് തന്നിട്ടുണ്ട് 6, 0 അതെന്താണ്? 6, 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം അല്ലെ. a, 0 ആണ് വരുന്നത്. ഈ a, 0 എന്നുള്ളത് ഏത് ആക്സിസിലായിരിക്കും നമ്മൾ എടുക്കുക? നമ്മൾ 4 ടൈപ്സ് ഓഫ് പരബോള പഠിച്ചപ്പോൾ അതിൽ ഏതിലാണ് വരുന്നത് എന്നുള്ളത് ഫസ്റ്റ് നോക്കുക. a, 0 ഫോക്കസ് വരുന്നത് എവിടെയാണ്? നമുക്ക് ഫിഗർ വരച്ച് നോക്കിയാൽ പരബോള വരുന്നത് എവിടെയായിരിക്കും? നമുക്ക് പോസിറ്റീവ് ആക്സിസ് അല്ലെ, എക്സ് ആക്സിസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ആയിരിക്കും നമ്മുടെ പരബോള വരുന്നത് അല്ലെ. ഈ പരബോള എന്തായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലെ a, 0 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ എന്ത് കിട്ടും? 6, 0 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് എവിടെ നമ്മൾ പറയുന്നത്? പരബോള എവിടെയാണോ ഉള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അല്ലെ. ഇവിടെ നമ്മുടെ 0, 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് അല്ലെ. ഇവിടെ നമ്മുടെ y ആക്സിസിൽ നേരെ ഒരു
പാരലായിട്ട് വരുന്ന വരയായിരിക്കും എന്ത് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ 6 ആണ് അങ്ങോട്ടേക്ക് പാസ് ചെയ്തെങ്കിൽ സെയിം തന്നെ മൈനസ് എ ആയിരിക്കും ഇങ്ങോട്ടേക്ക്. എന്തായിരിക്കും ഇപ്പം -6 ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ഡയറക്ട്രിക്സിലേക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. അതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ഓഫ് പരബോള എഴുതാൻ പറ്റും അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് ഏത് പറയാം, നമ്മുടെ ഇക്വേഷൻ എന്താന്ന് നമുക്ക് പറയാം y² = 4ax അല്ലെ. y² = 4ax എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ. കാരണം നമ്മുടെ പരബോള എവിടെയാണുള്ളത്, എക്സ് ആക്സിസിൽ. നമ്മൾ പറഞ്ഞു 4a കൂടെ ആരുണ്ടാവണം, ഏതാണോ ആക്സിസ് അത് ഉണ്ടാവണം. അപ്പൊ എക്സ് ഇവിടെ വരണമെങ്കിൽ ഇവിടെ y² വരണം അല്ലെ. ഇനി എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, ഇവിടെ പോസിറ്റീവ് ആക്സിസിലാണ്. സോ ഇവിടെ 4ax എന്ന് തന്നെ വരും, മൈനസ് അവിടെ വാല്യൂ വരുന്നില്ല. ഇനി ഇതിൽ നമുക്ക് എന്താ ഉള്ളത്, എ വാല്യൂ നമുക്കറിയാം അല്ലെ, a 6 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആക്സിസ് ഓഫ് പരബോള എന്ന് പറയുന്നത് എന്തായിരിക്കും, ആക്സിസ് ഓഫ് പരബോള ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും എക്സ് ആക്സിസ് ആണെന്ന് എഴുതി. ഇനി നമ്മുടെ ഇക്വേഷനകത്ത് നമുക്ക് എ അറിയാം. എ അറിയാമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. a = 6 ആണ്. therefore y² = 4 × a എന്ന് പറയുന്നത് 6 × x എന്ന് എടുക്കാം അല്ലെ. അപ്പൊ എന്തായി, y² = 24x എന്ന് കിട്ടും. 6 × 4 24. സോ 24x ഇതായിരിക്കും എന്ത് നമ്മുടെ ഇക്വേഷൻ. ഈ ഫോക്കസ് 6,0യും അതുപോലെ ഡയറക്ട്രിക്സ് -6ഉം ഫോളോ ചെയ്യുന്നത് എവിടെയായിരിക്കും, നമ്മുടെ ഇക്വേഷൻ ഓഫ് പരബോള എന്ന് പറയുന്നത് y² = 24x അത് സാറ്റിസ്ഫൈ ആകുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം തന്നെ, ഇതുപോലെ തന്നെ നമുക്ക് ഇക്വേഷൻ ഓഫ് പരബോള കണ്ടുപിടിക്കണം. അതിൽ നമുക്ക് തന്നിരിക്കുന്നത് കുറച്ച് സാറ്റിസ്ഫൈങ് കണ്ടീഷൻസ് ആണ് അല്ലെ. കണ്ടീഷൻസ് എന്താണ്, ഇവിടെയും നമ്മുടെ ഫോക്കസും ഡയറക്ട്രിക്സും തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലെ. ഫോക്കസ് എന്താണ്, ഫോക്കസ് എന്ന് പറയുന്നത് 0,-3 ആണ് അല്ലെ. അതുപോലെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് 3 തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഫിഗർ വരച്ചാൽ എങ്ങനെയായിരിക്കും, y 3 എന്ന് വരണം എന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ 0,0 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇത് അല്ലെ, നമ്മുടെ വെർട്ടെക്സ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഡയറക്ട്രിക്സ് y = 3 വരണമെങ്കിൽ അല്ലെ, y എന്ന് പറയുന്നതാണ് 3 തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഏത് ആക്സിസ് ആയിരിക്കും വരുന്നത്, ആക്സിസ് ഓഫ് പരബോള എന്ന് പറയുന്നത് നമുക്ക് ഏതെടുക്കാം, നമുക്ക് y എന്ന് പറയാം അല്ലെ. ആക്സിസ് ഓഫ് പരബോള എന്ന് പറയുന്നത് y ആക്സിസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് y ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ഈ y ആക്സിസിൽ =3 എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ ഡയറക്ട്രിക്സ് എവിടെയായിരിക്കും വരുന്നത്, y ആക്സിസിൽ 3 ഡിസ്റ്റൻസ് പോസിറ്റീവ് വാല്യൂ പറഞ്ഞത്. സോ പോസിറ്റീവ് വാല്യൂ എവിടേക്കായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും അല്ലെ. സോ നമുക്ക് എന്ത് പറയാം, ഇവിടെയാണ് 3 കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു 3 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് തന്നെയല്ലേ നമ്മുടെ ഫോക്കസിൽ വരുന്നത് അല്ലെ. y = a എന്നുള്ളതായിരിക്കും അവിടെ കിട്ടിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഫോക്കസ് എന്താണ്, 0,-3. അപ്പൊ നമ്മുടെ a വാല്യൂ എന്താണ്, ഇതിൽ നമുക്ക് പറയാം അല്ലെ, ഫോക്കസ് = 0,-3 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 0,- എന്ന് എടുക്കാം. സോ നമ്മുടെ a എന്ന് പറയുന്ന വാല്യൂ 3 ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ നമ്മുടെ പരബോള എവിടെ ആയിരിക്കും, y ആക്സിസിൽ താഴേക്കായിരിക്കും വരുന്നത് അല്ലെ. -3 ആ പറഞ്ഞേക്കുന്നത് അല്ലെ. ഇവിടെ നമുക്ക് x ആക്സിസിൽ വാല്യൂ 0 പറഞ്ഞിട്ടുണ്ട് ഫോക്കസിൽ, y ആക്സിസിൽ -3 അല്ലെ. y ആക്സിസിൽ -3 എവിടെയായിരിക്കും, നമ്മുടെ 0,0യിൽ നിന്ന് നമുക്ക് താഴേക്കായിരിക്കും അല്ലെ. അപ്പൊ സോ ഇവിടെ ആയിരിക്കും അല്ലെ നമ്മുടെ 3 വരുന്നത്, 0,-3 എന്നുള്ള പോയിന്റ് ആയിരിക്കും നമ്മുടെ ഫോക്കസ് വരുന്നത്. ഇനി അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് പറയാം, y ആക്സിസിലാണ് പരബോള എങ്കിൽ നമുക്കറിയാം അല്ലെ 4ay എന്ന് വരും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കറിയാം ഫോക്കസ് എവിടെയാണ്, താഴേക്കാണ് അല്ലെ, താഴേക്കുള്ളതാ വന്നേക്കുന്നത്. സോ മൈനസ് വാല്യൂ ആണ്. ഇവിടെ എന്ത് വരും, x². ഇവിടെ y ആണെങ്കിൽ ഇപ്പുറത്ത് എന്ത് തന്നെ വരണം, x വരണം. സോ x² = -4ay ആയിരിക്കും എന്ത്, ഇക്വേഷൻ ഓഫ് പരബോള അല്ലെ. ഇക്വേഷൻ ഓഫ് പരബോള എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് x² = -4ay ആയിരിക്കും. ഇനി ഇതിൽ എന്ത് വേണം, നമുക്ക് a വാല്യൂ അറിയാം അല്ലെ. ആ a വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, x² = -4 × നമ്മുടെ a എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്, × y വരും. സോ x² = -12y എന്നായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഫോക്കസും ഡയറക്ട്രിക്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മുടെ ഇക്വേഷൻ ഓഫ് പരബോള എന്ന് പറയുന്നത് എന്ത് കിട്ടി, x² = -12y എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ഇക്വേഷൻ ഓഫ് പരബോള തന്നെ കണ്ടുപിടിക്കണം. അതിൽ നമ്മളോട് സാറ്റിസ്ഫൈങ് കണ്ടീഷൻസ് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്, വെർട്ടെക്സ് 0,0 അല്ലെ, വെർട്ടെക്സ് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്, നമുക്ക് എടുക്കുമ്പം നമ്മുടെ ഫിഗറിൽ എങ്ങനെയായിരിക്കും, വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് അല്ലെ 0,0 തന്നിട്ടുണ്ട്. അത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ, വെർട്ടെക്സ് എന്ന് പറയുന്നത് 0,0. ഇനി എന്താണ്, ഫോക്കസ് 3,0 ആണ് അല്ലെ. 3,0 നമുക്ക് ഈ ഗ്രാഫിൽ എവിടെയായിരിക്കും വരിക,
3 എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ മൂവ് ചെയ്ത് ഇവിടെ എത്തണം അല്ലേ. ഇനി y ആക്സിസിൽ 0. അപ്പൊ ഇവിടെയല്ലേ നമ്മുടെ 3,0 വരുന്നത്. സോ ഇതിൽ നമ്മുടെ പാരബോള വരച്ചാൽ എവിടെയായിരിക്കും വരുന്നത്? ഫോക്കസ് ആണ് ഇതല്ലേ. ഫോക്കസ് ആണ് ഇതെങ്കിൽ നമുക്ക് പാരബോള എങ്ങനെയായിരിക്കും? ഈ എക്സ് ആക്സിസിൽ തന്നെയായിരിക്കും നമ്മുടെ പാരബോള അല്ലേ. എക്സ് ആക്സിസിൽ പോസിറ്റീവ് സൈഡിലായിരിക്കും വരുന്നത് അല്ലെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഡയറക്ട്രിക്സ് എന്തായിരിക്കും വരുന്നത്? ഈ സൈഡിലായിരിക്കും അല്ലെ. ഇവിടെ ഡയറക്ട്രിക്സ് എടുക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഡയറക്ട്രിക്സ് എവിടെയായിരിക്കും? നമുക്ക് ഈ ഒരു സൈഡിലേക്കായിരിക്കും വേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഇക്വേഷൻ ഓഫ് പാരബോള അല്ലെ. ഇക്വേഷൻ ഓഫ് പാരബോള വേണം. അതിന് ആദ്യം എന്ത് ചെയ്യണം? ആക്സിസ് ഓഫ് പാരബോള എന്താണെന്ന് എഴുതണം. ആക്സിസ് ഓഫ് പാരബോള എന്താണെന്ന് എഴുതണം. ആക്സിസ് ഓഫ് പാരബോള ഇവിടെ നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റും? നമ്മൾ ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് വെച്ച് നമ്മൾ ഫിഗർ വരച്ചാൽ നമ്മുടെ ആക്സിസ് ഓഫ് പാരബോള എവിടാ വന്നത്? നമുക്ക് എക്സ് ആക്സിസിൽ അല്ലെ. എക്സ് ആക്സിസിലാണ്, പോസിറ്റീവ് വാല്യൂ ആണ്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ദർഫോർ ഇക്വേഷൻ ഓഫ് പാരബോള അല്ലെ. ഇക്വേഷൻ ഓഫ് പാരബോള ഈസ് ഓഫ് ദ ഫോം ഏത് ഫോമിലായിരിക്കും വരുന്നത്? നമ്മൾ 4 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഏത് ഇക്വേഷൻ ആയിരിക്കും വരുന്നത്? ഇവിടെ നമുക്ക് എക്സ് ആക്സിസിലാണെന്ന് പറഞ്ഞു അല്ലേ. എക്സ് ആക്സിലാവുമ്പോൾ എന്ത് വരും? 4ax വരും. ഇവിടെ നമുക്ക് y² ആയിരിക്കും കിട്ടുന്നത് അല്ലെ. y² = 4ax എന്ന് എടുക്കാം. ഇനി നോക്കിയേ, പ്ലസ് ആണോ മൈനസ് ആണോ വരിക 4axന്? ഇവിടെ നമ്മുടെ വാല്യൂ എങ്ങോട്ടേക്കാണ്? പോസിറ്റീവ് ആക്സിസിൽ തന്നെയാണ് പോകുന്നത്. സോ നമുക്ക് എന്ത് വരും? 4ax തന്നെ വരും. മൈനസ് വാല്യൂ വരുന്നില്ല. തിരിച്ച് ഇങ്ങോട്ടേക്കായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? -4ax എന്ന് വന്നേനെ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കസ് തന്നിട്ടുണ്ട് അല്ലെ. ഫോക്കസ് തന്നിട്ടുണ്ട്. ഫോക്കസ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് 3,0 ആണ്. അതെന്താണ്? a,0 എന്ന് എടുക്കാം. സോ നമ്മുടെ a എന്തായിരിക്കും? ദർഫോർ a = 3 എന്നായിരിക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഓഫ് പാരബോള എന്ത് വരും? ഇക്വേഷൻ ഓഫ് പാരബോള എന്ന് പറഞ്ഞ് നമുക്ക് അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. a കിട്ടി. നമ്മുടെ a എത്രയാണെന്ന് നമുക്കറിയാം. a എത്രയാണെന്ന് അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? y² = 4ax അകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ. y² = 4 × a പകരം 3 × x. ആൻസർ എന്ത് വരും? y² = 12x എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. y² = 12x. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് പാരബോള എന്നുള്ളത് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേപോലെ സെയിം ഒരു ക്വസ്റ്റ്യൻ വെർട്ടെക്സും ഫോക്കസും തന്നെയാണ് തന്നേക്കുന്നത്. വെർട്ടെക്സ് 0,0 ആൻഡ് ഫോക്കസ് എന്ന് പറയുന്നത് -2,0. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമുക്കറിയാം തന്നിരിക്കുന്ന ഫോക്കസ് മാത്രമേ ഉള്ളൂ. വെർട്ടെക്സ് ഓൾറെഡി 0,0 ആണ് പരബോളയ്ക്കെന്ന് നമുക്കറിയാം. സോ നമ്മൾ എന്ത് ചെയ്തു? ഫിഗർ വരയ്ക്കുന്നു അല്ലെ. XY ആക്സിസ് വരച്ചു. ഇനി നമുക്കറിയാം പരബോള വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മുടെ ആക്സിസ് ഏതാണോ അതിലേക്കായിരിക്കണം നമ്മുടെ ഫോക്കസ് വരയ്ക്കേണ്ടത്. ഇവിടെ -2,0 പറഞ്ഞത്. ഈ -2,0 എന്നുള്ളത് എവിടെയായിരിക്കും വരുന്നത്? -2 എന്ന് പറയുന്നത് എക്സ് വാല്യൂ ആണ് ചേഞ്ച് ചെയ്തത്. 0 എവിടെയാണ്? y ആക്സിസിൽ 0 എന്നാ പറയുന്നത്. സോ നമ്മുടെ എക്സ് ആക്സിസിൽ മാത്രം ചേഞ്ച് ചെയ്തു. എത്ര ഡിസ്റ്റൻസ്? -2 ഡിസ്റ്റൻസ്. സോ -2,0 എന്നുള്ളത് എവിടെ വരും? നമ്മുടെ നെഗറ്റീവ് ആക്സിസിലേക്കായിരിക്കും വരുന്നത്. അപ്പൊ നമ്മുടെ പാരബോള എവിടെയായിരിക്കും? ഈ ഒരു സൈഡിലേക്കായിരിക്കും അല്ലെ. നെഗറ്റീവ് ആക്സിസിൽ തന്നെ എക്സ് അല്ലെ. എക്സ് ആക്സിസിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമ്മുടെ പാരബോള വരുന്നത്. ഇനി അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആക്സിസ് ഓഫ് പാരബോള ആദ്യം എഴുതാം അല്ലെ. ആക്സിസ് ഓഫ് പാരബോള. ആക്സിസ് ഓഫ് പാരബോള എന്താ നമുക്ക് കിട്ടിയത്? നമുക്ക് കിട്ടിയതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് എന്ന് കിട്ടി. ഇനി എന്താണ്? ഫോക്കസ് തന്നിട്ടുണ്ട്. ഫോക്കസ് എത്രയാണ്? -2,0 അല്ലെ. ഫോക്കസ് എന്ന് പറയുന്നത് -2,0 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇനി എന്ത് പറയാം? ഫോക്കസ് -2,0 ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്? -a,0 എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് a വാല്യൂ എന്തെന്ന് പറയാം? 2 എന്ന് പറയാം അല്ലെ. a എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് എന്ത് പറയാം? ഇക്വേഷൻ അല്ലെ. നമുക്ക് ആവശ്യമുള്ളത് ഇക്വേഷൻ ആണ്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം എന്തായിരിക്കും വരുന്നത്? ഇക്വേഷൻ ഏത് ഫോമിലാണ്? ഇവിടെ നമുക്ക് എക്സ് ആക്സിസിലാണെന്ന് അറിയാം. സോ 4ax എന്ന് വരും അല്ലെ. y² = 4ax. ഇവിടെ x വരുമെങ്കിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആരായിരിക്കും? y വരണം അല്ലെ. y² = 4ax എന്ന് കിട്ടി. ഇനി എന്താ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതിൽ 4ax വരുമോ -4ax വരുമോ എന്നുള്ളത് നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. എങ്ങനെയാണ്? നമുക്ക് 4ax എപ്പോഴാണ്? പോസിറ്റീവ് ആക്സിസിൽ നമ്മുടെ പാരബോള വരുമ്പോഴാണ് 4ax വരേണ്ടത്. ഇവിടെ ഏതാണ്? നമ്മുടെ നെഗറ്റീവ് ആക്സിസിലാണ് വന്നത്. സോ ഇവിടെ -4ax എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ a വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -4 × 2 × x. ആൻസർ എന്തായിരിക്കും വരിക? y² = -8x എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്. y² = -8x.
നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വേർട്ടെക്സ് 0,0 ആണ്, പാസിംഗ് ത്രൂ 2,3 ആൻഡ് ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതും ഇക്വേഷൻ ഓഫ് പാരബോള തന്നെ കണ്ടുപിടിക്കാനാണ്. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇത്ര നേരം തന്നതിൽ എന്തായിരുന്നു, വെർട്ടെക്സും ഫോക്കസും ആണ് തന്നിരുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, പാസിംഗ് ത്രൂ 2,3 ആൻഡ് ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ വരുന്ന ഒരു പാരബോളയാണ്. അതില് 0,0 എന്ന് പറയുന്ന വെർട്ടെക്സ് ആയിരിക്കും. ഒരു പോയിന്റ് 2,3 കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാരബോള പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, എക്സ് ആക്സിസിലാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫിഗർ വരയ്ക്കാം അല്ലെ. എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു, വെർട്ടെക്സ് 0,0 ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ അവിടെ വരെ അത്രയും മാർക്ക് ചെയ്ത് വെച്ചല്ലേ, മാർക്ക് ചെയ്ത് വെച്ചു. ഇനി എന്താ വേണ്ടത്, പാസിംഗ് ത്രൂ ദ പോയിന്റ് 2,3. ഇതിൽ നമ്മുടെ 2,3 എന്ന് പറയുന്നത് എവിടെയായിരിക്കും ആ പോയിന്റ് വരിക, അത് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തണം അല്ലെ. 2,3 വരണം. ഇവിടെ 1 2 3, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 കൊടുത്താൽ ഇതിൽ 2,3 എവിടെയായിരിക്കും, എക്സ് ആക്സിസിൽ. അതെ, എക്സ് വൈ എന്നല്ലേ വരുന്നത്. സോ എക്സ് ആക്സിസിൽ 2 ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ വൈ ആക്സിസിൽ 3. അതെവിടെയായിരിക്കും വരുന്നത്, എക്സ് ആക്സിസിൽ 2ഉം വൈ ആക്സിസിൽ 3ഉം വരുന്നത്. എക്സ് ആക്സിസിൽ 2 വരണം, വൈ ആക്സിസിൽ 3 വരണം. ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. അവിടെയാണ് എന്ത്, നമ്മുടെ 2,3 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെയെങ്കിൽ 2,3 ഇവിടെയാണെങ്കിൽ നമ്മുടെ പാരബോള അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഫിഗർ വരയ്ക്കാമല്ലോ. നമുക്ക് ഫിഗർ എങ്ങനെയായിരിക്കും, നമുക്ക് ഇവിടുന്ന് ഇതിൽ ടച്ച് ചെയ്ത് നമ്മുടെ പാരബോള പോയി. അപ്പൊ ഏത് ആക്സിസിലേക്കായി നമ്മൾ വരച്ചത്, എക്സ് ആക്സിസിൽ പോസിറ്റീവ് സൈഡിലേക്കായിരിക്കും നമ്മുടെ പാരബോള വരുന്നത്. എക്സ് ആക്സിസിൽ പോസിറ്റീവ് സൈഡിലേക്കായിരിക്കും നമ്മുടെ പാരബോള വരുന്നത്. അങ്ങനെ നമുക്ക് പറയാലോ, ആക്സിസ് ഓഫ് പാരബോള എന്ന് പറയുന്നത്, ആക്സിസ് ഓഫ് പാരബോള എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ആക്സിസ് ആയിരിക്കും. ആക്സിസ് ഓഫ് പാരബോള എക്സ് ആക്സിസ് ആയിരിക്കും. ഇനി അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എഴുതാം ഇതിന്ന് അല്ലെ. നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം, ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം. ഏത് ഫോമിലായിരിക്കും ഇക്വേഷൻ വരിക, നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഏത് ഫോമിലാന്ന് പറയാം. ഇതിൽ നിന്ന് ആക്സിസ് ഓഫ് പാരബോള എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, പോസിറ്റീവ് സൈഡിലേക്കാണ് അല്ലെ. y² = 4ax എന്ന് വരും. എക്സ് ആക്സിസിൽ എന്ന് പറഞ്ഞാൽ എന്താ, 4a കൂടെ ആ ആക്സിസ് ആയിരിക്കണം വരേണ്ടത്. സോ 4ax കിട്ടി. ഇനി നമുക്ക് എന്താ വരേണ്ടത്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന്. ഇവിടെ നമ്മുടെ ഫിഗർ വന്നിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്, പോസിറ്റീവ് സൈഡിലേക്ക്. സോ y² = 4ax തന്നെ വരും. ഇനി അടുത്ത എന്താ വേണ്ടത്, നമുക്ക് എ വാല്യൂ ഒന്നും തന്നിട്ടില്ല ഇതിൽ നിന്ന് അല്ലെ. ഇവിടെ നമ്മുടെ ഫോക്കസ് ഇതിൽ പാസ് ചെയ്ത് പോകുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പോയിന്റ് 2,3 എന്ന് തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന പോയിന്റ് എങ്ങോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ അത് ഫോക്കസ് ആണെന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. സോ നമ്മുടെ ഫോക്കസ് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ഫോക്കസ് തന്നിട്ടില്ല. തരാത്ത സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മളോട് ഇക്വേഷൻ കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. 2,3 എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന പോയിന്റ്സിനെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പോയിന്റ് 2,3 അതിനെ നമുക്ക് എക്സ് വൈ എന്ന് എടുത്താൽ ഇവിടെ നമ്മുടെ എക്സും വൈയും ഉണ്ടല്ലേ, അതിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വൈക്ക് പകരം ആര് വരും, 3 വരും. 3² = 4 × എ എത്രയാണ്, എ വരുന്നില്ല അല്ലേ. എ അതുപോലെ തന്നെ, കാരണം ഫോക്കസ് ഉണ്ടെങ്കിലേ നമ്മുടെ എ കിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ ഫോക്കസ് ഇല്ല. സോ എ നമ്മൾ അതുപോലെ എടുത്തെഴുതി. ഇനി എക്സിന്റെ വാല്യൂ ഉണ്ടല്ലേ, എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും, ഇവിടെ 9 കിട്ടും അല്ലെ. 9 = 4 × 2. 4 × 2 വരുമ്പം 8 വരും. 9 = 8y എന്നായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. 9 = 8a. അതിൽ നിന്ന് നമ്മുടെ എ വാല്യൂ എന്തായിരിക്കും കിട്ടുന്നത്, ഇതിൽ നിന്ന് നമ്മുടെ എ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 9/8 എന്ന് കിട്ടും അല്ലെ. 9/8 ആയിരിക്കും നമ്മുടെ എ എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. ഇനി നോക്കിയേ, ഇപ്പൊ നമ്മുടെ എ കിട്ടി. ഫോക്കസ് തന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഇവിടെ ഒരു ഫോക്കസ് വാല്യൂ ഉള്ളത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒരു ഫോക്കസ് വാല്യൂ കിട്ടി അല്ലെ. 9/8 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 1 പോയിന്റ് ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ നമ്മുടെ ഫോക്കസ് ഇവിടെ ഈ ഒരു പോയിന്റ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു വാല്യൂ കറക്റ്റ് ആയിട്ട് നമുക്ക് 9/8 എന്ന് തന്നെ എടുക്കാം. a = 9/8. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എന്ത് വരും, ഇക്വേഷൻ ഓഫ് പാരബോള എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടത് ഏത് ഫോമിലാണ് ഇക്വേഷൻ ഓഫ് പാരബോള എന്ന് പറഞ്ഞ് വേണ്ടത്,
വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന ഫോമിൽ അല്ലേ. അപ്പൊ നമ്മുടെ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ സ്ക്വയർ ഈക്വൽ ടു എന്താണ്, എ എന്ന് പറയുന്നത് എന്താണ്, 9/8 ആണ്. സോ 4 × 9/8 × x വരും. ഇവിടെ 4 8 ക്യാൻസൽ ചെയ്താൽ ഒരു 2 കിട്ടും അല്ലേ. ബാക്കി എന്താ ഉള്ളത്, വൈ സ്ക്വയർ ഈക്വൽ ടു 9/2 x എന്ന് കിട്ടും. ഇവിടെ നോക്കിയാൽ 9/2 x അല്ലെ, ഒരു /2 എന്നുള്ളതുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പുറത്ത് വൈ സ്ക്വയറിന്റെ കൂടെ കൊണ്ടുവരാം. സോ 2y സ്ക്വയർ ഈക്വൽ ടു 9x എന്നായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇക്വേഷൻ ഓഫ് പരബോള ലാസ്റ്റ് എന്ത് കിട്ടി, 2y സ്ക്വയർ ഈക്വൽ ടു 9x എന്നായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്. നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ, നമ്മുടെ ഫോക്കസ് തന്നിട്ടില്ലാത്ത ഫോക്കസിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു, ഈ തന്നിരിക്കുന്ന പോയിന്റ്സിനെ നമ്മൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് പരബോളയിൽ ഏതാണോ ഫോം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ വാല്യൂ കണ്ടുപിടിച്ചു. ആ എ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്തു, നമ്മുടെ ജനറൽ ഫോമിലേക്കകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഇക്വേഷൻ ഓഫ് പരബോള 2y സ്ക്വയർ ഈക്വൽ ടു 9x എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ തന്നെ സെയിം തന്നെ ക്വസ്റ്റ്യൻ, വെർട്ടെക്സ് തന്നിട്ടുണ്ട്, ഏതോ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്നും ആക്സിസും പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ ഏതൊക്കെയാണ്, വെർട്ടെക്സ് 0,0 നമുക്ക് ഫിഗർ വരയ്ക്കാം അല്ലെ. ഫിഗർ വരയ്ക്കുമ്പോൾ എവിടെ വരും, 0,0 എന്നുള്ളതാണ് നമ്മുടെ ഫിഗർ വരച്ചപ്പോൾ വെർട്ടെക്സ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അല്ലെ. ഇവിടെ എക്സും ഇവിടെ വൈയും കിട്ടി. ഇനി എന്താ നമുക്ക് വേണ്ടത്, പാസിംഗ് ത്രൂ 5,2 ആൻഡ് ആക്സിസ് ഈസ് അലോങ് വൈ ആക്സിസ്. ആക്സിസ് എവിടെയാണ്, വൈ ആക്സിസിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 5,2 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെയാണത് പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മുടെ 5ഉം 2ഉം വരുന്നത് എവിടെയാന്ന് നോക്കാം അല്ലെ. 1 2 3 4 5 1 2 3 4 5 രണ്ട് സൈഡിലും 5 വരെ അടയാളപ്പെടുത്തി. ഇനി നോക്കിയാൽ 5,2 എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം അല്ലെ. അതെവിടെയായിരിക്കും വരിക, 5 എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആക്സിസിൽ അല്ലെ. എക്സ് ആക്സിസിൽ 5 ഡിസ്റ്റൻസ്, വൈ ആക്സിസിൽ 2 ഡിസ്റ്റൻസ്, രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് 5,2 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ഇതിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വൈ ആക്സിസിന് അലോങ് ആയിട്ടാണ് നമ്മുടെ പരബോള ഉള്ളത് അല്ലെ. ആക്സിസ് ഈസ് അലോങ് വൈ ആക്സിസ്. അപ്പൊ നമ്മുടെ ആക്സിസ് ഓഫ് പരബോള എന്താന്നാ പറഞ്ഞേക്കുന്നത്, വൈ ആണ്. ആക്സിസ് ഓഫ് പരബോള വൈ ആണ്, വൈ ആക്സിസിലാന്ന് പറഞ്ഞു. അപ്പൊ വൈ ആക്സിസിൽ വരുമ്പോൾ ഫിഗർ എങ്ങനെയായിരിക്കണം, നമുക്കറിയാം താഴേക്ക് വരച്ചാൽ ഈ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകില്ല അല്ലെ. രണ്ട് ഓപ്ഷൻ ഉള്ളത്, വൈ ആക്സിസിൽ ഒന്ന് താഴേക്കും വരയ്ക്കാം, ഒന്ന് മുകളിലേക്കും വരയ്ക്കാം. പക്ഷെ താഴേക്ക് വരച്ചാൽ ഈ ഒരു പോയിന്റിൽ എത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മുകളിലേക്ക് വരയ്ക്കും. മുകളിലേക്ക് വരയ്ക്കുമ്പോൾ ഏതൊരു പോയിന്റിൽ കൂടെ പോകണം, ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്ത് നമ്മുടെ പരബോള പോകണം അല്ലെ. 5,2 എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്ത് നമ്മുടെ പരബോള പോകുന്നുണ്ട്. അപ്പോഴും എന്ത് വന്നിട്ടില്ല, ഫോക്കസ് ഇല്ല. സോ നമ്മുടെ ഫോക്കസ് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ എ വാല്യൂ കിട്ടൂ. അതിന് നമുക്ക് ഇവിടെ വാല്യൂസ് എന്ത് ചെയ്യണം, ഈ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് ആദ്യം എന്ത് വേണം, ഇക്വേഷൻ അല്ലെ. ഇക്വേഷൻ ഓഫ് പരബോള ഏത് ഫോമിലാണെന്ന് എഴുതണം. ഇക്വേഷൻ ഓഫ് പരബോള ഈസ് ഓഫ് ദ ഫോം, ഏത് ഫോമിലാന്ന് എഴുതണം. ഏത് ഫോമിലാണ് വരുന്നത്, നമുക്കിവിടെ അറിയാം ആക്സിസ് ഏതാണ്, വൈ ആക്സിസ്. സോ 4ay എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും, ലെഫ്റ്റ് സൈഡില് എക്സിന്റെ സ്ക്വയർ ആയിരിക്കും വരുന്നത്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. ഇനി നമ്മൾ ഫിഗർ വരച്ചു. ഫിഗർ വരച്ചപ്പോൾ നമ്മുടെ പരബോള ഏത് സൈഡിലാണ് നിൽക്കുന്നത്, നമ്മുടെ പോസിറ്റീവ് ആക്സിസ് അല്ലെ, വൈയിൽ തന്നെ പോസിറ്റീവിലാണ്. സോ ഇവിടെ 4ay എന്ന് തന്നെ എടുക്കാം. ഇനി മൈനസിന്റെ ആവശ്യമുണ്ടോ അവിടെ, ഇല്ല. സോ 4ay എന്ന് എടുക്കാം. ഇനി ഇതിൽ നമ്മുടെ പോയിന്റ് അല്ലെ, ഏതാ പോയിന്റ് തന്നിരിക്കുന്നത്, 5,2 എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. 5,2 അതിനെ എന്ത് ചെയ്യണം, എക്സ് വൈ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. എക്സ് സ്ക്വയർ വരുമ്പം എക്സ് എന്താണ്, 5 ആണ്. സോ 5 സ്ക്വയർ ഈക്വൽ ടു 4 × a. അതുപോലെ തന്നെ, കാരണം എയുടെ വാല്യൂ ഇതുവരെ ഫോക്കസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അത് കണ്ടുപിടിക്കാൻ പോവാണ്. സോ a എന്താണ്, അവിടെ നമുക്ക് അൺനോൺ ആണ്. ഇനി വൈയുടെ വാല്യൂ എന്താണ്, 2. അപ്പൊ നമ്മുടെ വാല്യൂസ് എഴുതാം. ഇവിടെ എന്ത് വരും, 25 കിട്ടും. 25 ഈക്വൽ ടു 8x എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമ്മുടെ 8a എന്ന് കിട്ടും. 8a കിട്ടിക്കഴിഞ്ഞാൽ a വാല്യൂ എന്തായിരിക്കും വരുന്നത്, നമ്മുടെ a എന്ന് പറയുന്നത് 25/8 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. 25/8 എന്ന് നമ്മുടെ a കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ പാരബോളയുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ആണെന്നറിയാം. സോ a കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഓഫ് പാരബോള എഴുതാം അല്ലെ. ഇക്വേഷൻ ഓഫ് പാരബോള എന്താന്നുള്ളത് നമുക്ക് എഴുതാം. അപ്പൊ ഇക്വേഷൻ ഓഫ് പാരബോള എന്താന്നാ പറയുന്നത്, ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ആണ്. സോ നമുക്കത് അതുപോലെ എടുത്തെഴുതാം, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. ഇനി നമുക്ക് ആരെ ഇപ്പൊ കിട്ടിയത്, എ വാല്യൂ കിട്ടി അല്ലെ. ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ എ വാല്യൂ കിട്ടി. ആ എ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4 × 25/8y എന്ന് കിട്ടി.
ഇനി എന്ത് ചെയ്യണം, ഇവിടെ ക്യാൻസൽ ചെയ്യാനുണ്ട്. സോ 4 8 ക്യാൻസൽ ചെയ്തപ്പോൾ ഒരു 2 കിട്ടി. അപ്പൊ ആൻസർ എങ്ങനെയായി? x² = 25/2 y എന്ന് കിട്ടി. ഇവിടെ നോക്കിയാൽ 25/2 അല്ലെ, നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലെ പോലെ ഒരു by2 വന്നിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യാം, നമുക്ക് x² കൂടെ ആക്കാം. സോ 2x² = 25y എന്നുള്ളതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. 2x² = 25y എന്നുള്ളതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പൊ നമ്മുടെ വെർട്ടെക്സ് തന്നിട്ടുണ്ട്, പാസിംഗ് ത്രൂ ഏത് പോയിന്റ് എന്ന് പറഞ്ഞു അല്ലെ, അത് വെച്ചിട്ട് നമ്മൾ ഫിഗർ വരച്ചു. ആ പോയിന്റ് പാസ് ചെയ്ത് പോകുന്ന വെച്ചിട്ട് അതിൽ നമ്മുടെ പാരബോള നമ്മൾ പ്ലോട്ട് ചെയ്തു. അതിൽ നിന്ന് എന്ത് കിട്ടി, നമ്മുടെ എ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചല്ലേ, ഏത് ആക്സിസ് ആണെന്നും ഒക്കെ കണ്ടുപിടിച്ച് ഇക്വേഷൻ എങ്ങനെ വരും എന്നുള്ളതുപോലെ ഇക്വേഷൻ ഓഫ് പരബോള വരെ കിട്ടി. അതിൽ നിന്ന് നമ്മുടെ എ വാല്യൂ കിട്ടി. ആ എ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ഇക്വേഷൻ ഓഫ് പരബോള വരെ നമ്മൾ കണ്ടുപിടിച്ചു.